നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നടന്ന വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം മൂലം ഏറെ ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ദിവസം ഇപ്പൊ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഒരു സ്ഥിരം വാർത്തയാണ് മൃഗങ്ങളിൽ നിന്നുള്ള വന്യജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കിരയായി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ജനങ്ങളുടെ പരിദേവനം. അതിന്റെ മാധ്യമ ദൃശ്യങ്ങൾ നമുക്ക് കാണാറുണ്ട് പലപ്പോഴും. എന്നാൽ ഇതിനൊക്കെ അനിശ്ചിതമായി നീളുന്ന, മരിച്ചുപോയെങ്കിൽ പോലും കോമ്പൻസേഷൻ കിട്ടുന്നത് വളരെ വളരെ വൈകിയാണ്. സ്വത്തിന്റെ കാര്യത്തിൽ പറയാറും വയ്യാത്ത അവസ്ഥയുണ്ട്. ഇതിനൊരു മാറ്റമുണ്ടാകാൻ ഇതുപോലുള്ള അദാലത്തുകൾ വളരെയേറെ ഉപകരിക്കാറുണ്ട് എന്നുള്ളൊരു തർക്കമില്ല. ഞാനും ചെറിയ രീതിയിൽ ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിച്ച ആളെന്ന രീതിയിൽ ഒരു അദാലത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചടുലത, ഇത് ബന്ധപ്പെട്ടവർക്ക് അപ്പോഴപ്പോഴതിന്റെ മറുപടി എന്ത് ചെയ്തു എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ രീതിയിൽ നമ്മൾ താൽക്കാലിക അതത് ദിവസങ്ങളിലെ ബിസിനസ് വർക്ക് തീർത്ത് പോവുക എന്നുള്ളതിലപ്പുറം, പ്രത്യേകിച്ചും ചിലര് പണിയെടുക്കും. ഒരു കുട്ടി പറഞ്ഞ പോലെ ചിലവർക്കൊക്കെ പറ്റും, ചിലർക്കൊന്നും പറ്റൂല്ല എന്നുള്ളത് തന്നെയാണ്. ചിലരൊക്കെ അങ്ങനെ അതൊരു അവസ്ഥയായിട്ട്, എന്റെ മുൻപിലുള്ള കടലാസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. പക്ഷെ ഓരോ ഫയലും ഒരു ജീവിതകാലമാണ് എന്നത് തിരുത്തി വെക്കേണ്ട രീതിയിൽ അതവിടെ കിടക്കും. അതിനൊരു അനക്കം ഉണ്ടാവില്ല. കാരണം നമുക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഫയലെന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ടാവുള്ളൂ. എല്ലാ വകുപ്പുകളും ജനങ്ങൾക്ക് വേണ്ടിയാണ്, അത് പക്ഷെ ഉൾക്കൊള്ളാറില്ല. സംസ്ഥാന സർക്കാർ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായ നഷ്ടപരിഹാരം നൽകുന്നത്. വനം വകുപ്പിനെ പറ്റി കാര്യക്ഷമമായ കാഴ്ചപ്പാടോടെയാണ് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രവർത്തിക്കുന്നത്. നഷ്ടപരിഹാര തുക കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടിക്കാണ് അദാലത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. നിലവിൽ സോളാർ വൈദ്യുത വേലിയില്ലാത്ത ഭാഗത്തുകൂടി സോളാർ വൈദ്യുത വേലി യാഥാർത്ഥ്യമാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദീഖ് അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്നത് 12 ലക്ഷം രൂപയാണ്. ഇത് 21 ലക്ഷമായി സർക്കാർ ഉയർത്തുമെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയതായി 2000 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. വന്യമൃഗശല്യം കൂടുതലായ സ്ഥലങ്ങളിൽ കൂടുതൽ RRTകൾ സ്ഥാപിക്കും. നിലമ്പൂർ നോർത്ത് ഡിവിഷന് വന്യമൃഗശല്യത്തിന്റെ നഷ്ടപരിഹാരമായി 2 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും അനീഷ സിദ്ദീഖ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത് നീലക്കോടൻ, സജീർ മേത്തല, ഷമീന കാഞ്ഞിരാല, CK അബൂബക്കർ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ KP ജനേഷ്, നഗരസഭാ കൌൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാസുകളും എടുത്തു. 15 പേർക്കാണ് ഇന്ന് നഷ്ടപരിഹാരം നൽകിയത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.